ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ. മറ്റന്നാൾ ശിക്ഷ വിധിക്കും. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത്. കോടതി വിധിയോട് കൂസലില്ലാതെയായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. 6 വർഷത്തിന് ശേഷമാണ് നാടിനെ നടക്കിയ കൊലപാതക കേസിലെ വിധി. ഭാര്യയും മക്കളും തന്നെ വിട്ടുപോയതിന് കാരണം സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2019 ഓഗസ്റ്റ് 31 സംഭവം. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടെ സജിതയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ ഉൾപ്പെടെ 67 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കേസിൽ നിർണായകമായത് സജിതയുടെ വീട്ടിൽ കണ്ട ചെന്താമരയുടെ കാൽപ്പാടുകൾ. ഒന്നും പറയാനില്ലെന്ന കോടതിയിൽ ചെന്താമരയുടെ പ്രതികരണം. ഈ കേസിൽ ഫുട് പ്രിൻ്റാണ്, പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. ഈ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. വിധിയിൽ സന്തോഷമുണ്ടെന്നായിരുന്നു സജിതയുടെ കുടുംബത്തിന്റെ പ്രതികരണം. 16-ാം തീയതി കഴിയട്ടെ വേണം, എന്നിട്ട് എന്താ തീരുമാനിച്ചിട്ട് കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ആശ്വാസമുണ്ട്. കേസിലെ പ്രധാന സാക്ഷി പുഷ്പ ചെന്താമരയെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് പോയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സജിത കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ജനുവരിയിലാണ് ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ, ഭർത്തൃമാതാവ് ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയത്. 24 പാലക്കാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിൽ പൊട്ടിത്തെറി. അതൃപ്തി പരസ്യമാക്കി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബിൻ വർക്കിയും KM അഭിജിത്തും രംഗത്തെത്തി. തർക്കം പരിഹരിക്കേണ്ടത് പാർട്ടി എന്നായിരുന്നു പുതിയ അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം. 51 ദിവസത്തെ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് ദേശീയ നേതൃത്വം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്. മുൻപ് നേതൃസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചാണ് അബിൻ വർക്കി വിയോജിപ്പ് പരസ്യമാക്കിയത്. ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻ വർക്കി ഏറ്റെടുത്തേക്കില്ല. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അബിൻ വർക്കിക്ക് പുറമെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന KM അഭിജിത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനം നടത്തി. നിലവിൽ നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്തത്തിൽ 100% നീതി പുലർത്തി പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പാർട്ടി വേദിയിൽ പറയാം. തൽക്കാലം പുറത്തു പറഞ്ഞ് അതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തോട് പറയും. ഇതുവരെ ഇല്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് പദം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നേതാക്കളുടെ വിമർശനം തുടരുകയാണ്. തർക്കമുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പാർട്ടി എന്നാണ് പുതിയ അധ്യക്ഷൻ OJ ജനീഷിന്റെ പ്രതികരണം. എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം പരിഹരിക്കേണ്ട നേതൃത്വമാണ്. സ്വാഭാവികമായി ഞങ്ങളുടെ നേതൃത്വം അതെല്ലാം പരിഹരിക്കും. നേതൃത്വം എടുത്ത തീരുമാനമാണ്, പാർട്ടി എടുത്തൊരു തീരുമാനമാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ തന്നെ പരിഗണിക്കുമെന്നായിരുന്നു അബിൻ വർക്കിയുടെ പ്രതീക്ഷ. എന്നാൽ OJ ജനീഷ് അന്ന് 4ാമതായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയും വിമർശനം തുടരുകയാണ്. 24 തിരുവനന്തപുരം. അതേസമയം കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന അബിൻ വർക്കിയുടെ ആവശ്യം തള്ളി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. KC വേണുഗോപാൽ കേരളത്തിലും കേന്ദ്രത്തിലും ഉണ്ടല്ലോ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് പാറ്റേൺ ഉണ്ടെന്നും എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നതിൽ ദേശീയ നേതൃത്വം വിശദീകരണം നൽകണമെന്നും ഹൈബി ഈഡൻ MP പ്രതികരിച്ചു. തീരുമാനം പുനഃപരിശോധിക്കില്ല എന്നും അബിന്റെ പരാതി ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിന്റെ പ്രതികരണം. കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. ഇപ്പൊ KC വേണുഗോപാൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്. ശരി. യൂഷ്വലി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡന്റും രണ്ടാമത് വരുന്ന ആൾ വൈസ് പ്രസിഡന്റും ആവുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ കമ്മിറ്റി അതിൽ വിശദീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. I don't think so. He's a loyal soldier and he's a potential candidate. We will discuss it. Let me hear what he has in his mind. There is no dispute. Order has came. Within the matter of day, we will work together as a team because we want Kerala out of this criminal situation which is right now in Kerala. We want a progressive state government in Kerala. That matters. No, this is the internal cases. This happen in every family.
സംസ്ഥാന കോൺഗ്രസിൽ KC വേണുഗോപാൽ പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചനയാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹി പട്ടിക. KC വേണുഗോപാലിനെതിരെ AI ഗ്രൂപ്പുകളിൽ പ്രതിഷേധം പുകയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ സജീവമാകാനുള്ള KC വേണുഗോപാലിന്റെ നീക്കം കോൺഗ്രസിൽ പുതിയ തർക്കത്തിനാണ് വഴിമരുന്നിടുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും നിലവിൽ KC വേണുഗോപാൽ പക്ഷക്കാരായി. KSU സംസ്ഥാന അധ്യക്ഷനായി അലോഷ്യസ് സേവ്യർ വന്നത് A ഗ്രൂപ്പുകാരനായാണ്. എന്നാൽ അധികം വൈകാതെ KC വേണുഗോപാൽ പക്ഷക്കാരനായി. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തറും നിലവിൽ KC പക്ഷക്കാരിയാണ്. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും വർക്കിംഗ് പ്രസിഡന്റായും KC ഗ്രൂപ്പുകാരെത്തി. അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം ഇതുവരെ ഇല്ലാത്ത പദവി കൂടി സൃഷ്ടിച്ചെടുത്ത് നൽകിയതോടെ KC വേണുഗോപാൽ നൽകുന്ന സന്ദേശം വ്യക്തം. കേരളത്തിൽ സജീവമാകാനുള്ള KC വേണുഗോപാലിന്റെ നീക്കം നേരത്തെ ആരംഭിച്ചതാണ്. സംസ്ഥാനത്തെ പല പ്രധാന ഗ്രൂപ്പ് പോരാളികളും ഇപ്പോൾ മറുകണ്ഠം ചാടി KC പാളയത്തിലാണ്. ഇപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പൊന്നും പാർട്ടിക്കകത്തില്ല. പാർട്ടി 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ പഴയ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. അതുകൊണ്ട് അതിനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം A ഗ്രൂപ്പ് നാഥനില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോഴും താഴെത്തട്ടിൽ സംഘടനാ ശക്തിയുള്ളത് നാഥനില്ലെങ്കിലും A ഗ്രൂപ്പിന് തന്നെ. രമേശ് ചെന്നിത്തല നയിക്കുന്ന I ഗ്രൂപ്പും ക്ഷീണത്തിലാണ്. എന്നാൽ ഇതുവരെ പരസ്യമായി എതിർപ്പറിയിക്കാത്ത ഇരുപക്ഷവും ഇനി കളത്തിൽ സജീവമാകും. പാർട്ടിയിലെ പുതിയ നീക്കത്തിനെതിരെ പോരാടാൻ തന്നെയാണ് ഇരു ഗ്രൂപ്പുകളുടെയും നീക്കം. സലിം മാലിക്, 24, തിരുവനന്തപുരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ JDU-വിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. MLA ഗോപാൽ മണ്ഡൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പട്നയിലെ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് വിനീത VG വിവരങ്ങൾ നൽകും. വിനീത, സീറ്റ് കിട്ടാത്തവർ, സ്ഥാനാർത്ഥി മോഹികൾ ഒക്കെ ആയിരുന്നവർ ഇപ്പോൾ എന്താണ് JDU-വിന്റെ നേതാക്കളെ കണ്ട് പരാതി അറിയിക്കുക, ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണോ JDU-വിൽ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് MLA ആണ്. ആ സൺഗ്ലാസ് ധരിച്ച നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. MLA അജയ് മണ്ഡലാണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് ലഭിച്ചില്ല എന്ന വലിയ പരാതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇത്തവണ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് കൂടി മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. സീറ്റ് ലഭിക്കാത്തതിനുള്ള വലിയ പ്രതിഷേധത്തിൽ തന്നെ അദ്ദേഹം ഉള്ളത്. ഒപ്പം തന്നെ നമുക്ക് ആ വീടിന് പുറത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് വലിയ രീതിയിൽ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന് ഒരു അനുയായിയുമുണ്ട്. രണ്ടുപേരും നിലത്ത് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. വീടിന് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർക്ക് സീറ്റ് ലഭിച്ചില്ല അതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം മുൻ MLA ആണ്. അദ്ദേഹത്തിനും സീറ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ സീറ്റ് नहीं मिल गया, सीट नहीं मिला, नहीं जनता दल यू को मिलना था, वो लोजपा को दे दिया गया है। तो इसी के लिए हम लोग माननीय मुख्यमंत्री जी से मिलना चाहते हैं कि मुख्यमंत्री जी न्याय करेंगे। अभी तो नहीं आए मुख्यमंत्री जी। मुख्यमंत्री जी आएंगे भी नहीं, हम लोग को बुलाएंगे। ये हम लोगों को विश्वास है कि वो बुलाएंगे और बुला के हम लोगों से बात करेंगे, पूछेंगे कि क्या मांग है आपकी, है ना, क्या चाहते हैं, बात करेंगे, फिर हम लोग अपनी बात रखेंगे। हम लोगों को MLA जी वो भी विधायक हैं, मुख्यमंत्री जी के सामने पार्टी पुटअप करेगा। हम लोग न्याय चाहते हैं। हम लोग न्याय चाहते हैं जो जनता दल यू को सीट फिर यहाँ आवे और षड्यंत्र रच के या 25 करोड़ रुपया में जो पार्टी के लोगों ने उसको कुछ पार्टी के लोगों ने बेच दिया है और वहाँ का जो राजनीतिक माफिया है दिनेश प्रसाद सिंह, उन्होंने खरीद लिया है और अपने बेटी को टिकट दिलाना चाहता है। उनका टिकट रद्द हो और जनता दल यू को पैसा दे दिया। पैसा दे दिया के बाद टिकट नहीं मिलती आपको जी। सही बात है, पैसा दे दिया और पैसा के बल पर वह टिकट लेके और वहाँ से ले लिया है। कितना लोग आप इधर से कितना लोग टिकट चाहिए? हमको सिर्फ एक आदमी। कमेटी से और जिला कमेटी से 70 से रिपोर्ट और राज्य कमेटी से एक सिंगल नाम आया प्रभात किरण का। और प्रभात किरण 5 वर्षों तक जनता के सुख दुख में सेवा किया और खिदमत किया।
इसीलिए वहाँ हक बनता है प्रभात किरण को, और हम लोग मुख्यमंत्री जी से न्याय चाहते हैं। തീർച്ചയായും വിജയകുമാർ, വലിയ പ്രതിഷേധത്തിലാണ് അവരുള്ളത്. ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ചില നേതാക്കൾ അവർ ഇവിടെ എത്തി പൈസ കൊടുത്തവർ സീറ്റ് വാങ്ങി, പക്ഷെ അതേസമയം ഞങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണേണ്ടതായിട്ടുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധവുമായാണ് നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇപ്പോഴും അജയ് മണ്ഡൽ MLA അദ്ദേഹം ഗോപാൽ മണ്ഡൽ MLA അദ്ദേഹം ഇപ്പോഴും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതിനിടയിൽ MP അജയ് മണ്ഡൽ രാജിവെച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി ലഭിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് നേതാക്കൾ നീങ്ങുകയാണ്. അദ്ദേഹം അജയ് മണ്ഡൽ രാജിവെക്കാനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് സ്ഥാനാർത്ഥി നിർണ്ണയം എത്തിയപ്പോൾ പോലും താനുമായി ഈ കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ വലിയ അതൃപ്തിയോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ MP രാജിവെച്ചിരിക്കുന്നത്. അതേസമയം MLA യുടെ പ്രതിഷേധം ഇപ്പോഴും വീടിന് പുറത്ത് തുടരുകയാണ്. ശരി, പട്നയിലെ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് വിനീത വിവരങ്ങൾ നൽകിയത്. സീറ്റ് വിഭജനത്തിന് പിന്നാലെ JDU-വിൽ വലിയ പൊട്ടിത്തെറിയാണ്. പണം നൽകി പലരും സീറ്റ് വാങ്ങുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് പുറത്ത് പ്രതിഷേധിക്കുന്ന JDU നേതാക്കൾ ആരോപിക്കുന്നത്. നിതീഷ് കുമാർ വിശദീകരിക്കട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ള അദ്ദേഹം കേൾക്കണം എന്നൊക്കെ അവരാവശ്യപ്പെടുന്നുണ്ട്. എന്താണ് JDU നേതൃത്വത്തിന്റെ നിലപാട് എന്നത് വൈകാതെ അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ നടപടികളിൽ അടിമുടി ദുരൂഹത. സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകൾ കാണാനില്ല. സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. വിവാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘം ആദ്യം പരിശോധന നടത്തിയത് തന്നെ സംസ്ഥാനത്തിന് വെളിയിലാണ്. ചെന്നൈ അമ്പത്തൂരുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ രേഖകളാണ് പരിശോധിച്ചത്. 2019 ഓഗസ്റ്റ് 29 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ഡ്യൂപ്ലിക്കേറ്റ് പാളിയെക്കുറിച്ചോ പിന്നീട് നടന്ന പ്രവർത്തികളെക്കുറിച്ചോ കൃത്യമായ രേഖകളില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം ശബരിമലയിൽ നിന്നും ബാംഗ്ലൂരിൽ എത്തിച്ച സ്വർണ്ണപ്പാളി ഏറെ ദിവസവും സൂക്ഷിച്ചത് ഹൈദരാബാദിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിൽ നിന്ന് സംശയിക്കുന്ന മന്ത്ര എന്ന സ്ഥാപനത്തിന് ഹൈദരാബാദിലും ശാഖയുള്ളതിനാൽ അവിടെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും രേഖകൾ മാറ്റിയെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഉടൻ വിവരം തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല വിവാദങ്ങൾ ഉയർത്തി കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രകൾക്ക് തുടക്കമായി. ശബരിമലയിൽ ഇപ്പോൾ നടന്നത് സ്വർണ്ണ കവർച്ച മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള കച്ചവടം ദേവസ്വം ബോർഡ് നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോഡ് പറഞ്ഞു. ദ്വാരപാലക വിഗ്രഹം വിറ്റതും കട്ടളയും വാതിലും സ്വർണം പൂശിയിലൊക്കെ അടിച്ചു മാറ്റിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു ചോദ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളൻ, അയാൾ ശരിയല്ല. ഇപ്പൊ പറയുന്നുണ്ട് 22 അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുത്തില്ല? ദേവസ്വം ബോർഡ് അപ്പം എഴുതി കൊടുക്കണ്ടേ? ഇയാൾ കൊണ്ടുപോയി ഇത് വിറ്റു, കുഴപ്പമാണ്, എടുക്കൂല. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞതാ, അയാളെ തൊട്ടാ ഇവരെല്ലാം തൂങ്ങും അല്ലേ? ഇത് മൂടി വെച്ചു, ആരും അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ കോടതി അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. 2025 ഈ വർഷമായപ്പോൾ വീണ്ടും ആഗ്രഹം. മറ്റത് കട്ട് നിന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ശബരിമലയിൽ മോഷണം നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് മോഷ്ടിച്ചതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണക്കടകളിൽ മോഷണം ഉണ്ടാകും, ചിലപ്പോൾ വീടുകളിൽ സ്വർണം മോഷ്ടിക്കാൻ കള്ളന്മാർ കയറും, ബാങ്കുകളിൽ സ്വർണം സൂക്ഷിക്കുന്ന ബാങ്കുകളിൽ കയറി കള്ളന്മാർ സ്വർണം മോഷ്ടിക്കും. എന്നാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കും, അത് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ മോഷ്ടിക്കും എന്ന് നമ്മൾ ആരും കരുതിയില്ല. ഈ മോഷണം നടന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, കള്ളൻ കപ്പലിൽ തന്നെയാണ്. ശബരിമലയിലെ ഭരണാധികാരികൾ, CPM നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ തന്നെയാണ്. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളുമെന്ന് K മുരളീധരൻ. പിണറായി വിജയൻ ഒരു അവസരം കൂടി നൽകിയാൽ അയ്യപ്പനെ വിഴുങ്ങുമെന്നും K മുരളീധരൻ പറഞ്ഞു. അയ്യപ്പന്റെ സ്വത്ത് തൊട്ടാൽ തൊട്ടവന്റെ കൈ പൊള്ളും. പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാശെടുത്ത ചിലർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്, കൈക്കോ കാലിനോ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അല്പം ചിത്തഭ്രമവും ബാധിച്ചിട്ടുണ്ട്.
അത് ഇതിന് ഒരു കാരണം കൊണ്ടാണ്. അധികം കട്ടുമെന്ന് പറയുന്നില്ല, കട്ടതിന് കൂട്ടുന്നു. ഇപ്പൊ 2019 ഉണ്ടായ സംഭവം, ഈ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പുപാളികളായി എന്നുള്ള രസതന്ത്രത്തിന് ഒരു നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയാൽ ആർക്ക് കൊടുക്കണം? അതിന്റെ അന്തിമമായിട്ട് നയിച്ച നായകന് തന്നെ കൊടുക്കണം, പിണറായി വിജയന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർക്കെതിരെ നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പ്രതിപട്ടികയിൽപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യും. ഇക്കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന നിർണായക ദേവസ്വം ബോർഡ് യോഗം തലസ്ഥാനത്ത് തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരായി നടപടി സ്വീകരിക്കുന്നതിൽ ബോർഡ് തീരുമാനമെടുക്കും. ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതിനു പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സമാനമായ നടപടി തന്നെ സുനിൽകുമാറിനെതിരെയും ഉണ്ടാവാനാണ് സാധ്യത. സുനിൽകുമാറിന്റെ കാര്യം ഇന്നിപ്പോൾ ബോർഡ് ചർച്ച ചെയ്യും. സുനിൽകുമാറിന്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചും ഇന്ന് ബോർഡ് ചർച്ച ചെയ്യും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. അതേസമയം UDF ഭരണസമിതിയുടെ കാലത്തും അഴിമതി നടന്നുവെന്ന് പ്രശാന്തിന്റെ പരോക്ഷ പ്രതികരണം. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചില നേതാക്കൾ പറയുന്നത് കേട്ടാൽ ഇതൊക്കെ ആദ്യമായി ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന മട്ടിലാണ്. എത്രയോ കാലങ്ങളായി ഇത്തരം കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപട്ടികയിലുള്ള വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷമേ ഉണ്ടാവൂ. ഇക്കാര്യത്തിൽ ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തൃശൂർ പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു. വിലക്ക് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വാഹനങ്ങളിലെ നിയമവിരുദ്ധ എയർ ഹോണുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. പിടിച്ചെടുക്കുന്ന എയർ ഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് റോഡ് റോളർ കയറ്റി നശിപ്പിക്കണമെന്ന് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നടപടി. ഈ മാസം 19 വരെയാണ് സംസ്ഥാന വ്യാപകമായ പരിശോധന. കോതമംഗലത്ത് ഗതാഗത മന്ത്രിക്ക് മുന്നിൽ സ്വകാര്യ ബസ് എയർ ഹോൺ നിരന്തരമായി അടിച്ചതോടെയാണ് നിയമം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. വാഹനങ്ങളിലെ എയർഹോണുകൾ കണ്ടെത്താൻ സംസ്ഥാനത്താകെ പ്രത്യേക പരിശോധന ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുക. അനുമതിയില്ലാതെ വയ്ക്കുന്ന എയർഹോണുകൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, ഇവ നിരത്തിലിട്ട മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ റോഡ് റോളർ കയറ്റി തകർക്കണമെന്നാണ് നിർദ്ദേശം. ജില്ലാതല കണക്കുകളും മാധ്യമങ്ങൾക്ക് കൈമാറണം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായതിനാൽ നിർദ്ദേശങ്ങൾ ഉത്തരവായോ സർക്കുലറായോ പുറത്തിറക്കിയിട്ടില്ല. പകരം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിലേക്കാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് സന്ദേശം എത്തിയത്. കോതമംഗലത്ത് ഉച്ചത്തിൽ ഹോണടിച്ച ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. ജാർഖണ്ഡിൽ 3 പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന മാവോയിസ്റ്റിനെ മൂന്നാറിൽ നിന്ന് പിടികൂടി. പോലീസിന്റെ സഹായത്തോടെ NIA സംഘമാണ് ജാർഖണ്ഡ് സ്വദേശി സവാൻ ടുട്ടിയെ പിടികൂടിയത്. ഗൂഡാർവിളയിൽ തോട്ടം തൊഴിലാളിയായി കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു പ്രതി. 2021 ജാർഖണ്ഡ് ലാഞ്ചി വനമേഖലയിൽ വെച്ച് 3 പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സവാൻ ടൂട്ടി. 19 പേരടങ്ങുന്ന മാവോയിസ്റ്റ് സംഘത്തിന് ആയുധങ്ങളും IED ബോംബുകളും ധനസഹായവും നൽകിയിരുന്നത് ഇയാളായിരുന്നു. ആദ്യം ജാർഖണ്ഡ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് NIA ഏറ്റെടുത്തു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സവാൻ 1.5 വർഷം മുമ്പാണ് മൂന്നാറിലെത്തുന്നത്. ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയ്ക്കൊപ്പം തോട്ടം തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ഇയാൾ മൂന്നാറിലുണ്ടെന്ന വിവരം NIAക്ക് ലഭിച്ചു. തുടർന്ന് നിരീക്ഷണം നടത്തി വരികയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിൽ മൂന്നാറിലെത്തിയ NIA സംഘം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടി. ഒളിവിലായിരുന്ന സവാൻ ടൂട്ടി ഉൾപ്പെടെയുള്ള 3 പ്രതികൾക്ക് വേണ്ടി NIA ഇനാം പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ NIA കസ്റ്റഡിയിലുള്ള സവാനെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി ട്രാൻസിസ്റ്റ് വാറണ്ട് വാങ്ങിയ ശേഷം ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകും. 24 ഇടുക്കി. മഹാരാഷ്ട്രയിൽ മാവോയിസ്റ്റുകൾ കൂട്ടത്തോടെ കീഴടങ്ങി. പോളിറ്റ് ബ്യൂറോ അംഗം മല്ലോജ്വല വേണുഗോപാൽ റാവുവും 60 കേഡർമാരുമാണ് കീഴടങ്ങിയത്. കഴിഞ്ഞ മാസമാണ് തെലങ്കാന സ്വദേശിയായ മല്ലോജ്വല വേണുഗോപാൽ റാവു CPI മാവോയിസ്റ്റിൽ നിന്ന് രാജിവെച്ചത്. അർത്ഥശൂന്യമായ രക്തസാക്ഷിത്വത്തിന് ശ്രമിക്കരുത് എന്നായിരുന്നു രാജിക്കത്തിലെ പരാമർശം. രാജ്യത്തെ നടുക്കി ഡൽഹിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. ക്യാമ്പസിനുള്ളിലാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയും അതിക്രൂര പീഡനത്തിനിരയായത്. സുരക്ഷാ ഉദ്യോഗസ്ഥനും 2 വിദ്യാർത്ഥികളും ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിദേശ വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് രാജ്യത്തെ നടുക്കിയ പീഡനം. 1ാം വർഷ BTech വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്.
ഞായറാഴ്ച രാത്രി ക്യാന്റീനിലേക്ക് പോകും വഴി 4 പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. വസ്ത്രങ്ങൾ കീറിയ നിലയിൽ കുട്ടിയെ അബോധാവസ്ഥയിൽ സുഹൃത്തുക്കൾ ക്യാമ്പസിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസിനെ വിവരം അറിയിച്ചത്. യൂണിവേഴ്സിറ്റിയിലെ സുരക്ഷാ ഗാർഡും 2 വിദ്യാർത്ഥികളും ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. മണിക്കൂറുകളോളം നടപടിയില്ലാത്തതിനെ തുടർന്ന് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ മൈതാൻഗഡി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, അപായപ്പെടുത്താൻ ശ്രമിക്കലടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. 24 ഡൽഹി. ദുർഗാപൂർ കൂട്ടബലാത്സംഗ കേസിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണങ്ങൾ തള്ളി മെഡിക്കൽ റിപ്പോർട്ട്. വിദ്യാർത്ഥിനി പീഡനത്തിന് ഇരയായത് രാത്രി 8:30-നും 9-നും ഇടയിലാണ് എന്ന് മെഡിക്കൽ റിപ്പോർട്ട്. രാത്രി 12:30-ന് ശേഷം പെൺകുട്ടി എങ്ങനെ പുറത്തുപോയെന്ന മമതയുടെ പരാമർശം വിവാദമായിരുന്നു. രാത്രി 12:30-ന് ശേഷം വിദ്യാർത്ഥിനി എന്തിന് ക്യാമ്പസിന് പുറത്തുപോയി എന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ചോദ്യം കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് വിവാദമാക്കുകയായിരുന്നെന്ന് ന്യായീകരിച്ചെങ്കിലും വസ്തുതാപരമായി തിരുത്താൻ മമത തയ്യാറായിരുന്നില്ല. വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടത് രാത്രി 8:30-നും 9-നും ഇടയിലെന്നാണ് പുറത്തുവന്ന പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ കൈകാലുകളിലും മുഖത്തും കഴുത്തിലും ദൃശ്യമായ പരിക്കുകളൊന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടത് അർദ്ധരാത്രിക്ക് വളരെ മുമ്പാണെന്നും രാത്രി 10:15 മകളുടെ സുഹൃത്ത് ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു എന്നും പിതാവ് വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥിനി രാത്രി 7:58-ന് ക്യാമ്പസിന് പുറത്തുപോയെന്നും 9:31-ന് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയെന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതേസമയം സംഭവത്തിൽ ഉൾപ്പെട്ട 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ 1-ാം പ്രതി സഫീഖിനെ സ്വന്തം സഹോദരിയാണ് വിളിച്ചുവരുത്തി പോലീസിന് കൈമാറിയത്. 24 ഡൽഹി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് RJD സീറ്റ് ധാരണയായി എന്ന് സൂചന. കോൺഗ്രസ് 60 സീറ്റുകളിൽ മത്സരിച്ചേക്കും. അതേസമയം NDAയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും 101 സീറ്റുകളിൽ BJP മത്സരിക്കുമെന്നും ബീഹാർ മന്ത്രി നിതിൻ നബിൽ 24-നോട് പറഞ്ഞു. മതനിരപേക്ഷ ജനാധിപത്യ CPM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമങ്ങളെ കാണുകയാണ്. അത് ശ്രദ്ധയെ കൊണ്ടുവരാനാണ് CPIM ഇടതുപക്ഷവും എല്ലാം ശ്രമിക്കുന്നത്. മതേതര വ്യക്തിത്വങ്ങളും ആ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത് മുമ്പ് തന്നെ പലർക്കും അറിയാവുന്ന ഈ RSSൻ്റെ നിഗൂഢതയ്ക്കുള്ളിൽ നടക്കുന്ന സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളാണ്. അത് RSSൽ തന്നെയുള്ള ഒരാൾ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവന് ഒടുക്കിയത്. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളതും മാധ്യമങ്ങളുടെ ഇന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല, ഒരുപാട് പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ കേരളത്തിലെ ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടി അവിടുത്തെ പോലീസ് സംവിധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ വൈകൃതങ്ങൾ അതിനുത്തരവാദികളായവരെ കണ്ടുപിടിച്ച് ശക്തമായ നടപടിയെടുക്കുന്നതിലൂടെയാണ് ഇതിനെയെല്ലാം നിരുത്സാഹപ്പെടുത്താൻ കഴിയുക. പക്ഷേ RSS നേതൃത്വം ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റം മാത്രമല്ലല്ലോ, വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനും അവർ പലപ്പോഴും മുതിർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ആത്മവിശ്വാസം നടത്തി ഇതൊന്നും തിരുത്തും എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എന്നാലും സാധാരണതയിൽ നമ്മൾ RSSൻ്റെ സമുന്നതമായ നേതൃത്വം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമീപനത്തിൽ നിന്നും RSSനെ പിന്തിരിപ്പിക്കുന്നത് RSSലെ തന്നെ പ്രവർത്തകരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതവർ ആലോചിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കോൺഗ്രസ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് FIRൽ RSSന്റെ പേരില്ല, RSS നേതാക്കളുടെ പേരില്ല? അത് ആത്മഹത്യാക്കുറിപ്പ് എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിലടക്കം വ്യക്തമായിട്ട് പറയുന്നുണ്ടായിട്ടും ഈ സർക്കാരിന് അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തിന് ഈ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ അൺരജിസ്റ്റേർഡ് ആണ് എന്ന് പവൻകേര വിശേഷിപ്പിച്ച സിസ്റ്റത്തെ ഭയമാണോ എന്നാണ് ചോദിച്ചത്. ഇല്ല, ഈ ചോദ്യം സാങ്കേതികമായ ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാനിവിടെ എന്തെങ്കിലും പ്രതികരിക്കുന്നത് അനുചിതമാകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ FIR ഇട്ടതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പും ചുമതലപ്പെട്ടവരും വിശദീകരിക്കും.
താങ്കൾ അതായത് ഒരു ചോദ്യം കിട്ടിയ ആള് തന്നെ അത് ലഭിച്ചതായിട്ട് സ്ഥിരീകരിക്കാതെ തന്നെ താങ്കൾ സ്ഥിരീകരിച്ചു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. ഇത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും ചെന്നൈയിൽ വെച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് തലനാരിഴകീറി നടക്കുന്ന വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഞാൻ ആദ്യം ചെയ്യുകയാണ്. അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ചെന്നൈയിലൊരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് വളരെ വ്യക്തമാണ്. അവിടെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള ചില ചാനലുകളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് പൊതുവിൽ കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെട്ടിച്ചമച്ച് ഒരുപാട് വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്, കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചതായിട്ട് എനിക്കറിയുന്നില്ല. ഇത് സമൻസ് കിട്ടിയെന്നോ ഒന്നും സ്ഥിരീകരിച്ചിട്ട് ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും ഇവിടെ സംഭവിച്ചതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു, അല്ല ഇത് ഇത്രാം തീയതി ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കെട്ടിച്ചമച്ചതാണ്, അസംബന്ധമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആസാം മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹത്തെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടാണ്. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഭയപ്പെടാൻ യാതൊരു കാര്യങ്ങളുമില്ല, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത് അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിന് വേറൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു സമൻസ് നൽകപ്പെട്ടു എന്നത് MA വേവീത ചെന്നൈയിൽ വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം നടക്കുന്നു എന്നുള്ളത്. അടുത്ത ദിവസം അതിരാവിലെ ഞാൻ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ സഖാവേ. ഓ നടത്തിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ളത്. ഞാനിവിടെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത്, ഇത് അച്ചടിച്ച മനോരോഗമുള്ള ആ പത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചാനലിൻ്റെ സുഹൃത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളാരുമില്ല. അപ്പോൾ പലരും പരിഭവിച്ചു, അദ്ദേഹത്തിന് മാത്രം ഇതിനാണ് കൊടുത്തത്. ഇത് ഞാൻ കൊടുക്കുന്നതല്ല, ആ പരിപാടി ചില നേതാക്കന്മാർക്കുണ്ടാവും, എന്നാൽ ഞാൻ ആ കാറ്റഗറിയിൽപ്പെട്ട ആളല്ല. അപ്പോൾ ഇവരിത് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. അവിടെ ഞാൻ സംശയരഹിതമായി അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഉണ്ടാവാം, അത് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് തന്നെ ഞാൻ ചോദിച്ചു, 2 വർഷം മുമ്പ് നടത്തിയെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ അതിനെന്ത് സംഭവിച്ചു? അതിപ്പോൾ ഇല്ല. അപ്പോൾ അത് പിൻവലിച്ച് കാണും. അപ്പോൾ അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ യാതൊരു ആശയക്കുഴപ്പമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് മുഴുവൻ കെട്ടിച്ചമച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇഡിക്ക് ഒരു ഫുൾ ഫോം പറഞ്ഞു, എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെൻറ്റ് BJPയുടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഇതുപോലെ ഒരുപാട് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം ഇത് ഒരു പത്രമാണ് ഇഡിയുടെ ജോലി കെട്ടിച്ചമയ്ക്കുക. UDFൻ്റെ രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട പത്രം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ. ഒരു പത്രമല്ല, പല പത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവർ കെട്ടിച്ചമച്ചതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇപ്പം മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അസംബന്ധമാണെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും എനിക്കും യാതൊരു സംശയവുമില്ല, വ്യത്യാസവുമില്ല. ആ അസംബന്ധം മനോരമയുടെ നേതൃത്വത്തിൽ നടത്തിയ അസംബന്ധമാണോ അതോ ED തന്നെ നടത്തിയ അസംബന്ധമാണോ എന്നുള്ളതിനകത്താണ് ഇപ്പോൾ അവ്യക്തതയുള്ളത്. ഇപ്പം ഈ ഒരു പത്രം കെട്ടിച്ചമച്ചതാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്ല, മുഖ്യമന്ത്രി ഇതിനകത്ത് വിശദീകരിച്ചതുകൂടി ഇത് സംബന്ധിച്ച് പൂർണ്ണമായി വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് CPIഎമ്മിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധ്യം. അതിനപ്പുറം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അല്ല, സുഹൃത്തിൻ്റെ ചോദ്യത്തിനകത്ത് ഞാനുള്ളൊരു അപകടം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മുഖ്യമന്ത്രിയെ നിങ്ങൾ സമൻസുമായിട്ട് ബന്ധപ്പെടുത്തുക. ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന വിവാദ സമൻസിനകത്ത് മുഖ്യമന്ത്രി കഥാപാത്രമേ ഇല്ല, അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോഴും നിങ്ങൾ ഉടനെ ചോദ്യം എങ്ങനെയാക്കി? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സമൻസ് എന്തിനാണ് സുഹൃത്തെ ഇങ്ങനെ അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് പോണ്ട. ഇങ്ങനെ EDയും ചില EDയെ സഹായിക്കാനുള്ള പത്രങ്ങളും ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളുടെ ഏജന്റന്മാരായി നിങ്ങളാരും മാറണ്ട. അത്രേ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വാർത്ത വരുന്നത് വരെ ഈ സമൻസ് പാർട്ടിക്ക് മുന്നിലില്ല. ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമൻസ് വിവാദത്തിലാണ് CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. ഈ സമൻസ്
മുഖ്യമന്ത്രിയുടെ മകന് നൽകി അല്ലെങ്കിൽ മകനെതിരെ അങ്ങനെ ഒരു സമൻസ് ഉണ്ട് എന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചല്ലോ എന്ന് മുഖ്യമന്ത്രിയോട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരം ഒരു പരാമർശം MA ബേബി നടത്തിയത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വിശദീകരിച്ചത്. അത് ചെന്നൈയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ് എന്നും അത് പറയാനിടയ സാഹചര്യം എന്താണ് എന്നുമാണ് MA ബേബി ഇപ്പോഴത് തിരുത്തുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഒന്നും പറയാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നും CPM ജനറൽ സെക്രട്ടറി വിശദീകരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് RJD സീറ്റ് ധാരണയായി എന്നാണ് സൂചന. കോൺഗ്രസ് 60 സീറ്റുകളിലാണ് മത്സരിക്കാൻ സാധ്യത. അതേസമയം NDAയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. 101 സീറ്റുകളിൽ BJP മത്സരിക്കും. ഇക്കാര്യം മന്ത്രി നിതിൻ നബീൽ 24 സംസാരിച്ചപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. മഹാസഖ്യത്തിൽ 58 സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്നായിരുന്നു RJDയുടെ നിലപാട്. ചർച്ചയ്ക്കൊടുവിൽ 60 സീറ്റെങ്കിലും നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം RJD അംഗീകരിച്ചു. ഇടതുമുന്നണിക്ക് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നൽകും. RJD നേതാവ് തേജസ്വി യാദവ് രഘോപൂരിൽ നിന്ന് മത്സരിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് സൂചന. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. 200-ലധികം സീറ്റുകളിൽ ഇത്തവണ NDA വിജയിക്കുമെന്ന് ബീഹാർ റോഡ് വികസന മന്ത്രി നിതിൻ നബിൻ 24-നോട് പറഞ്ഞു. We have already announced our seat combinations. 101 seat is BJP, 101 is JDU, 29 is Lojpa, then RLSP is also 6 seat and Hum is also 6 seat. That combination has already been announced by all the parties. IRCTC അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനുമെതിരെ കുറ്റം ചുമത്തിയതിൽ ബീഹാറിനെ കൊള്ളയടിച്ചവർ ശിക്ഷിക്കപ്പെടണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. This has the back history of the Lalu's family and RJD. That's what we are saying. അതിനിടെ വോട്ടർ അധികാര യാത്രയ്ക്കിടെ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയ കേസിൽ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും കോടതി സമൻസ് അയച്ചു. RSS പ്രവർത്തകൻ അനന്തു അജിയുടെ ആത്മഹത്യയിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. RSS ക്യാമ്പിൽ പീഡനത്തിനിരയായി എന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ശേഷമായിരുന്നു യുവാവ് ജീവൻ ഒടുക്കിയത്. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, എവിടേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്? എന്തെങ്കിലും തരത്തിൽ സംഘർഷ സാഹചര്യം അവിടെയുണ്ടോ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കോട്ടയം സ്വദേശിയും RSS പ്രവർത്തകനുമായ അനന്തു അജിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിമ്മിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു മാർച്ച്. അതിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ നിന്ന് 200 മീറ്റർ അകലെ തന്നെ ബാരിക്കേഡ് വെച്ച പോലീസ് തടഞ്ഞിരിക്കുകയാണ്. വലിയ പോലീസ് വിന്യാസം ഇവിടെയുണ്ട്. അല്പസമയം മുൻപ് വരെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ ഈ RSS പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരമൊരു ലൈംഗിക അതിക്രമമടക്കം നേരിടേണ്ടി വന്നത് എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ ഒരു തലസ്ഥാനത്ത് തന്നെ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. ഇതിൽ RSS കൃത്യമായി മറുപടി പറയണം, ഒപ്പം തന്നെ സുതാര്യമായ അന്വേഷണം ഉണ്ടാവണം, ഈ ഇരയ്ക്ക് നീതി ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിലവിലിത് വലിയ ചർച്ചയായി മാറിയൊരു വിഷയമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിൽ ദേശീയ ശ്രദ്ധ നേടിയെടുക്കാനായി യൂത്ത് കോൺഗ്രസ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഡൽഹിയിൽ നടത്തുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി ഈ പോലീസിന്റെ അത് മറികടക്കാനുള്ള ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധം തടയാനുള്ള ശ്രമങ്ങളെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് അവരിപ്പോൾ പ്രതിഷേധിക്കുന്നത്. എന്തായാലും വലിയൊരു പോലീസ് വിന്യാസം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ലെയർ ബാരിക്കേഡുകൾ നിരത്തി, ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള വാഹനമടക്കം സജ്ജമാക്കിയാണ് പോലീസ് ഇവിടെ ഈ പ്രതിഷേധത്തെ നേരിടാനായി ഒരുങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചു കൂടിയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ തുടരുന്നത്. വിജയകുമാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അവിടെ പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് സജ്ജമായി നിൽക്കുകയും ചെയ്തു. ഓസ്ട്രേലിയ വിക്ടോറിയൻ പാർലമെന്റിലെ മതമൈത്രി സമ്മേളനം ചരിത്ര സംഭവമെന്ന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശത്തിന് ലോകത്ത് അംഗീകാരമേറുന്നുണ്ട് എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. അത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ നടക്കുകയാണ്.
അതുമാത്രം 1924 നടന്ന മതസൗഹാർദ്ദ സമ്മേളനം, ആലുവയിൽ നടന്ന സമ്മേളനം, അതിന്റെ ഓർമ്മയായി അത് ഇന്ത്യയിൽ മുഴുവൻ ഇപ്പം ആഘോഷിക്കുകയാണ്. അതേ സമയത്ത് ഓസ്ട്രേലിയയിൽ നമ്മൾ ഇത്രയും വലിയൊരു രാഷ്ട്രത്തിൽ അത് അതിന്റെ പാർലമെന്ററി മന്ദിരത്തിൽ നടക്കുമ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ സഹോദരങ്ങളും ശ്രീനാരായണീയ ദർശനങ്ങൾ വിശ്വസിക്കുന്ന ഇവിടുത്തെ ഇന്ത്യക്കാരും എല്ലാവരും ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുകയാണ്. വിക്ടോറിയൻ പാർലമെന്റിൽ ഇന്നാണ് മതമൈത്രി സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിക്ടോറിയൻ പ്രധാനമന്ത്രി ജസീന്ത അലനും എത്തിയിട്ടുണ്ട്. It is a great pleasure to be with you all, and especially, as I said, to be welcoming our guests and friends who are visiting from India. Because tonight is another opportunity, and during this month of festivals of Diwali, there are many opportunities to celebrate the great friendship we have between Victoria and India. ഓസ്ട്രേലിയയിൽ നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും. ദീപക്, ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ പുതുക്കലും അത് കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു വലിയ സമ്മേളനവുമാണ്. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എപ്പോഴാണ് അതിന്റെ സമ്മേളനത്തിലെ പരിപാടികൾ തുടങ്ങുന്നത്, എന്തൊക്കെയാണ് അവിടെ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, ഏറെ സന്തോഷം. വിക്ടോറിയൻ പാർലമെന്റ്, ഓസ്ട്രേലിയൻ പാർലമെന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പാർലമെന്റിനകത്തു നിന്നും ഒരു മലയാളം ചാനൽ ആദ്യമായി ലൈവ് ചെയ്യുന്നതിനുള്ള സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ മതമൈത്രി സമ്മേളനമാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ വിക്ടോറിയൻ പ്രധാനമന്ത്രി ഇവിടെ ഏറെ നേരം പറഞ്ഞത് ഈ രാജ്യവും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള ബന്ധമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മതങ്ങളെയും അംഗീകരിച്ചു പോകുന്ന മത സാഹോദര്യ ബന്ധമാണ് ഈ രണ്ടു രാജ്യങ്ങളുടെയും പൊതു സ്വഭാവം എന്നുള്ളതും, മറ്റൊന്ന് ഇന്ത്യ എല്ലാവരെയും സ്വീകരിക്കുന്നതും ഇന്ത്യ എല്ലായിടങ്ങളിലേക്കും അവരുടെ പ്രവർത്തകരെ അയക്കുന്നതും വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ എടുത്തു പറഞ്ഞത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ഏറെ നിർണായകമായ പങ്ക് ഓസ്ട്രേലിയയിലും വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ, അവരുടെ പ്രസംഗം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ശശി തരൂർ അദ്ദേഹം പ്രസംഗിക്കുന്നു. അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ, ശിവഗിരി മഠം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വിവിധ മത മേലധ്യക്ഷന്മാർ, ക്രൈസ്തവ മതത്തിന്റെയും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെയും മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുന്നു നമ്മൾ എന്ന് വേണം പറയാൻ. കാരണം പാർലമെന്റിനകത്താണ്, വിക്ടോറിയൻ പാർലമെന്റിനകത്താണ് കേരളത്തിൽ നിന്നുമുള്ള ഒരു സർവ്വമത സമ്മേളനത്തിന്റെ വാർഷികാഘോഷം വിക്ടോറിയൻ പാർലമെന്റ് നടത്തുന്നു, ഓസ്ട്രേലിയൻ പാർലമെന്റ് നടത്തുന്നു എന്നുള്ളത് കേരളത്തിനേറെ നേട്ടമുള്ള കാര്യമാണ്. മറ്റൊന്ന്, ലോകത്ത് മതങ്ങളുടെ പേരിൽ സംഘർഷം നടക്കുമ്പോൾ അതിനെതിരായി മതങ്ങളുടെ ഐക്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഒരു മത ഐക്യത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു സമ്മേളനം എന്നുള്ള പ്രാധാന്യം കൂടി ഇതിനുണ്ട്. വിജയകുമാർ, യെസ്, വിക്ടോറിയൻ പാർലമെന്റിലാണ് മതമൈത്രി സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ജസീന്ത അലനും എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് പ്രതിനിധി സംഘത്തിലൊപ്പമുള്ള ദീപക് ധർമ്മടം നൽകി. ഓപ്പറേഷൻ നങ്കോഡിൽ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ ആഡംബര വാഹനം ഉടൻ വിട്ടുകൊടുത്തേക്കില്ല. പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന്റെ വിദേശ ഇറക്കുമതി രേഖകളിൽ സംശയമുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ദുൽഖർ സൽമാനെ നേരിട്ട് വിളിപ്പിക്കാനും നീക്കമുണ്ട്. ലാൻഡ് റോവർ വാഹനം വിട്ടു നൽകണമെന്ന ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച കസ്റ്റംസിന് അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷയിൽ വിശദ പരിശോധനയിലാണ് കസ്റ്റംസ്. പ്രാഥമിക പരിശോധനയിൽ വാഹനം ഇറക്കുമതി ചെയ്ത രേഖകളിൽ സംശയമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ദുൽഖറിന് വാഹനം വിട്ടു നൽകേണ്ട എന്ന കസ്റ്റംസ് തീരുമാനം. ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കാരണം കോടതിയെ അറിയിക്കും. അപേക്ഷ സമർപ്പിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം. വാഹനം വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ കാരണം ബോധ്യപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അതേസമയം വാഹനം ഉടൻ വിട്ടുകൊടുത്താൽ സ്വീകരിച്ച നടപടികളിൽ വീഴ്ചയുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരുമെന്നാണ് കസ്റ്റംസിന്റെ കണക്കുകൂട്ടൽ. കൂടാതെ കൂടുതൽ പേർ ഹൈക്കോടതിയെ സമീപിച്ച് വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുമെന്നും ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കസ്റ്റംസ് വിലയിരുത്തുന്നു. 24 കൊച്ചി. കാലാവസ്ഥ റിപ്പോർട്ട്.
പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി മെഗാ പായസ ചലഞ്ച് നടത്തി മലപ്പുറം പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് സൊസൈറ്റി. മധുര സാന്ത്വനം എന്ന പേരിൽ 22,000 ലിറ്റർ പാലട പായസം തയ്യാറാക്കി വിറ്റു. ഇതുവഴി 55 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. പാണ്ടിക്കാട്, ചെമ്പ്രശ്ശേരി, വെട്ടിക്കാട്ടിരി, നെമ്മിനി വില്ലേജുകളിലാണ് പായസം വിതരണം ചെയ്തത്. ഇന്നലെ വൈകിട്ട് 6ഓടെ പാചകം ആരംഭിച്ചു. ഇന്ന് രാവിലെ 10 മണിയായപ്പോഴേക്കും ബുക്ക് ചെയ്ത 22,000 വീട്ടിലും പായസമെത്തി. ഒരു മാസം മുൻപേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വില്ലേജുകളെ 5 മേഖലകളായി തിരിച്ചു. 60 യോഗങ്ങൾ നടത്തി. റൈസോഫ്റ്റ് ടെക്നോളജീസ് എന്ന സ്ഥാപനം നിർമ്മിച്ച പോർട്ടൽ വഴിയായിരുന്നു ബുക്കിംഗ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആരാധനാലയങ്ങളും ക്ലബ്ബുകളുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ പരിപാടി വിജയകരമായി ഈ ഇത്രയും എണ്ണം ഏകദേശം 1.5 ലക്ഷം ഗ്ലാസ് പായസം വീടുകളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. 22,000 വീടുകളിലേക്ക് 22,000 ലിറ്റർ പായസം എന്ന ചലഞ്ച് വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ സഹായിച്ചിട്ടുള്ള എല്ലാ ക്ലബ്ബുകൾക്കും രാഷ്ട്രീയ യുവജന സംഘടനകൾക്കും മറ്റ് കൂട്ടായ്മകൾക്കും ഈ അവസരത്തിൽ നന്ദി പറയാണ്. പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി 337 രോഗികൾക്ക് പരിചരണം നൽകുന്നുണ്ട്. 40 ലക്ഷമാണ് സൊസൈറ്റിയുടെ ഒരു വർഷത്തെ ചിലവ്. 24 മലപ്പുറം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് മേഖലയിലേക്കും. ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ഇൻഷുറൻസ് കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും സമഗ്രമായ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ₹1 നിരക്കിൽ പുതിയ സ്കീമുകൾ ബോച്ചെ ഇൻഷുറൻസ് ഉറപ്പാക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ സഞ്ജയ് ജോർജ്, ബോച്ചെ ഇൻഷുറൻസ് സിഇഒ നോബി എം തോമസ്, ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് GM അനിൽ CP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.